എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ലോക പ്രാദേശിക ദിനം പ്രമാണിച്ചുള്ള പരമ്പരയിലെ 3-ാം ദിവസമാണിന്ന്. അപ്പൊ നമ്മൾ ആദ്യത്തെ ദിവസം ഇക്കോ വില്ലേജിന്റെ ഒരു ആവശ്യകതയെ സംസാരിച്ചു. ഇന്നലെ എന്തുകൊണ്ട് ഇക്കോ വില്ലേജ് പ്രസക്തമാകുന്നു എന്ന് സംസാരിച്ചു. അപ്പൊ ഇന്ന് എങ്ങനെ നമുക്ക് അതിന്റെ ഭാഗമാകാം, അല്ലെങ്കിൽ ഇക്കോ വില്ലേജ് എങ്ങനെ നമുക്ക് നടപ്പിലാക്കാം എന്നുള്ള വിഷയത്തിന്മേലാണ് സെഷൻ നടക്കുന്നത്. അപ്പോ ഇന്ന് നമുക്ക് മുമ്പിൽ സെഷൻ അവതരിപ്പിക്കുന്നത് നമ്മുടെ നാഷണൽ കോർഡിനേറ്റർ ആയിട്ടുള്ള വർഗീസേട്ടനാണ്. അപ്പോ ഇന്ന് പുതിയതായിട്ട് ഇപ്പം ആരെയും കാണുന്നില്ല, അതുകൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തൽ ആവശ്യമില്ലെന്ന് തോന്നുന്നു. എല്ലാവരും 2 ദിവസങ്ങളിലായിട്ട് പങ്കെടുക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് സെഷൻ അവതരിപ്പിക്കുന്നതിനായിട്ട് വർഗീസേട്ടനെ ക്ഷണിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരെയും 3-ാം ദിന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വർഗീസേട്ടനെ ക്ഷണിക്കുന്നു. വർഗീസേട്ടൻ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വർഗീസ് മാത്യു, ന്യൂഡൽഹിയിൽ നിന്ന് സംസാരിക്കുന്നു. ഈ ഗ്രീൻ റോസ് ഫൗണ്ടേഷന്റെ നാഷണൽ കോർഡിനേറ്റർ ആണ്. അപ്പൊ ഇന്ന് നമ്മളൊരു 3 ദിവസമായിട്ട് ഇപ്പം ലോക പ്രാദേശികീകരണ ദിനത്തിന്റെ, വേൾഡ് ലോക്കലൈസേഷൻ ഡേ എന്നുള്ളതിന്റെ ആഘോഷ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് കുറെ സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേൾഡിലെ പലയിടത്തും ഈ ഒരു പ്രസ്ഥാനം പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മളതിന്റെ 3 ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയുകയാണ്. അപ്പൊ 3-ാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് പറയുന്നത് നമ്മൾ ഈ ലോക്കലൈസേഷൻ എങ്ങനെ പ്രായോഗികമാക്കാം എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഇക്കോ വില്ലേജ് എന്നുള്ളൊരു പ്രസ്ഥാനത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അത് കൂടാതെ അപ്പൊ അത് പലർക്കും അതൊരു ശരിക്കും അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. കാരണം എങ്ങനെ ഞാൻ ഇപ്പൊ നിൽക്കുന്നിടത്തുനിന്ന് എങ്ങനെ ഇതിനെ ഇട്ടെറിഞ്ഞിട്ട് ഇവിടെ പോകാം എന്നുള്ള, അപ്പൊ അതിനെ ഒന്ന് ബ്രിഡ്ജ് ചെയ്യാനും കൂടിയാണ് ഞാൻ ഈ പ്രാവശ്യത്തെ അറ്റംപ്റ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ വന്ന് എന്തോ ചെയ്യണം എന്നുള്ളത് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അതിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. അപ്പൊ അതിനെക്കാട്ടിലും അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഇടത്ത്, അതായത് എല്ലാവരും ജോലിക്കായിട്ട് പല സ്ഥലങ്ങളിലായിട്ടും പല ഇടങ്ങളിലുമായിട്ട് തൊഴിലും സ്വന്തം തൊഴിലോ ചെറിയ ബിസിനസ്സുകളും ഒക്കെ ആയിട്ട് പലയിടത്തായിട്ട് വേൾഡിന്റെ പല ഭാഗത്തുമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അവർക്ക് എന്തു ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഇതാണ് നമ്മൾ ഈ പറയുന്നത്. അതായത് ജോലിയിലുള്ളവര്, സെൽഫ് എംപ്ലോയിഡ് ആൻഡ് സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകാർക്ക്, അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇത് പറയാൻ പോകുന്നത്. അപ്പൊ അതില് ആമുഖമായിട്ട് പറയുന്നത് നമ്മൾ ലോകം ചേഞ്ച് ചെയ്യുകയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ട് കാണും, അല്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ടി വരുന്നു. അപ്പൊ അവര് അതിന്റെ സംവിധായകന്മാർ അതിനെ വേൾഡ് ഗ്രേറ്റ് റീസെറ്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിന് ഒരു 2030 ഒരു വിധം എല്ലാം പ്രായോഗികമാകുമെന്ന് തോന്നുന്നു. അപ്പൊ അതിനിടയ്ക്ക് സംഭവിക്കാൻ പോകുന്ന പല സംഗതികളും ഉണ്ട്, പല ഷോക്കുകളും നമുക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ഇപ്പൊ ഈ കിട്ടുന്ന നമ്മുടെ ലോക്ക്ഡൌൺ എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല ഷോക്കായിരുന്നു. അപ്പൊ അത് ഇതുവരെയും തീർന്നിട്ടില്ല. ഇനി അടുത്ത തരംഗം വരുമ്പോഴത്തേക്ക് അടുത്ത സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്തൊക്കെയാ സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഏതായാലും ഒന്ന് തീർച്ചയായും വേൾഡ് എക്കണോമി പലയിടത്തും, എല്ലായിടത്തും, ഇന്ത്യയിൽ എല്ലായിടത്തും അത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആദ്യം സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ് ആണ്. അതും ഏറ്റവും താഴെക്കടയുള്ളവര്, ദിവസക്കൂലിക്കാര്, ദിവസം സ്വന്തമായിട്ട് അധ്വാനം ചെയ്ത് സ്വന്തം തൊഴിൽ ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്നവര്, തട്ടുകടക്കാർ പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇപ്പൊ ഡെയിലി ഇപ്പം ടി വിക്കകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അവര് ഏഷ്യാനെറ്റുകാർ ഡെയിലി ഇത് കവർ ചെയ്യുന്നുണ്ട്, ഓരോരോ വിഭാഗങ്ങളെ ആയിട്ട് അവർക്ക് കഷ്ടങ്ങളും. കാരണം ചെറിയ തൊഴില് അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ചെയ്തവർക്ക് ഇപ്പൊ അടയ്ക്കാനേ പറ്റുന്നില്ല. അപ്പൊ അതെന്തൊക്കെ ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്നുള്ളതൊന്നും നമുക്കറിയില്ല. അതിനായിട്ടൊരു സപ്പോർട്ട് കാണുന്നില്ല. അപ്പൊ ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പൊ അത് ഈ സമയത്ത് നമുക്ക് എന്തോ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കാരണം ഈ ഒരു ഷോക്ക് ഇത് കൊണ്ട് പോവുകയാണ്. അപ്പം ഇനിയും പലർക്കും ജോലിയില്ലാതെ വരും, ഇനിയും പലർക്ക് തൊഴിലവസരങ്ങൾ, ഇതുപോലെ ബിസിനസ് അവസരങ്ങളും സ്വന്തം തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങളും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജോലിയിൽ മിക്കവാറും പേർക്ക് ജോലി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ജോലിയിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഭാഗമാണ് ആദ്യം സംസാരിക്കുന്നത്. അപ്പൊ അവർക്ക് ഈ ഒരു ഭാവി മുന്നേ കണ്ടുകൊണ്ട് ഇതുപോലൊരു അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു രീതിയിലോട്ട് നമ്മൾ പോകുന്നുണ്ട്.
ഇതിനെ മുന്നിൽ കണ്ടുകൊണ്ട് എന്തൊക്കെ മുൻകർമ്മങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു ഇതാണ് പറയുന്നത്. അപ്പൊ അതൊരു ചെറിയ ടൂൾ കിറ്റ് പോലെ നമ്മൾ ഓരോ പോയിന്റ് ആയിട്ട് ഗൈഡ് ലൈൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം അതിന് ഒരു തയ്യാറെടുപ്പ് വേണം. നമ്മൾ ഇതിൽ എന്തൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു റിയൽ ട്രൂ പിക്ചർ സ്വന്തമായിട്ട് മനസ്സിലാക്കി എടുക്കണം. അത് നമ്മൾ മെയിൻ സ്ട്രീം മീഡിയയിലൊന്നും അങ്ങനെ ശരിക്കും കിട്ടത്തില്ല. അതിനെപ്പറ്റി അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അപ്പൊ എന്തൊക്കെ സംഭവിക്കാം എന്നുള്ള ഒരു അത് തന്നെ സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കേണ്ടി വരും. പിന്നെ അത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഉള്ളതെന്ന് വെച്ചാൽ, നമ്മൾ എവിടെയാ ജോലി ചെയ്യുന്നത് വെച്ചാൽ അവിടുന്ന് മിക്കവാറും റീപാട്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതായത് അവിടുന്ന് വിട്ടു പോകേണ്ടി വരുമോ എന്നുള്ളൊരു കരുതൽ ഇപ്പോഴേ അതിനെപ്പറ്റി കരുതി പ്ലാൻ ചെയ്യണമെന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം അത് എപ്പോഴും സംഭവിക്കുമെന്ന് അറിയത്തില്ല. കാരണം ഈ 2030 ഇടയ്ക്ക് എപ്പോഴും സാധിക്കും. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ സംഭവിക്കും. ചിലപ്പോൾ അത് ഓരോ പ്രദേശത്തെയും നിങ്ങൾ നിൽക്കുന്ന ഇടത്തെയും നിങ്ങളുടെ തൊഴിലിന്റെ അനുസരിച്ചിട്ട് വ്യത്യാസം വരും. അപ്പോൾ ചിലർക്ക് പെട്ടെന്ന് ജോലി പോയെന്ന് പറഞ്ഞ് ചിലർക്ക് കുറേ നാൾ കൂടെ കഴിഞ്ഞിട്ട് ജോലി പോകും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ അതിന് നമ്മൾ നമ്മളായിട്ട് പറഞ്ഞു വെച്ച ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇക്കോ വില്ലേജ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്ത് അതൊരു മോഡൽ ഇക്കോ വില്ലേജ് ആണ്. എല്ലാവർക്കും അവിടെ വന്ന് താമസിക്കാനുള്ള രീതിയിലല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ മോഡൽ ഇക്കോ വില്ലേജ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഏരിയ ലൊക്കാലിറ്റിയിൽ അതിനെ റീക്രിയേറ്റ് ചെയ്യുകയോ അങ്ങനെ അതിനുള്ള ഒരു മോഡലായിട്ട് കാണിക്കും. നമ്മൾ അവിടെ ട്രെയിനിങ് കൊടുക്കാം എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നിൽക്കുന്നിടത്ത് ഇതുപോലെ ലോക്കലായിട്ടുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ ഇതുമായിട്ട് ഒരു ഡിസ്കഷൻ, നിങ്ങൾ ഫ്രണ്ട്സും അറിയുന്നവരും ഒക്കെ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഇതുപോലുള്ള ഇതിനെപ്പറ്റി ഒരു എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാമെന്നുള്ളൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം. അതിന് അവര് ഗ്രൂപ്പായിട്ട് ഫോം ചെയ്തൊരു ചർച്ച ഉണ്ടായി ഇതിനുള്ള മുൻകരുതലിലോട്ട് കടക്കേണ്ടി വരും. അപ്പൊ അതില് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിൽക്കുന്നിടത്ത് തന്നെ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഈ ഗ്രേറ്റ് 3 R's എന്നും പറഞ്ഞായിരുന്നു തുടങ്ങി. ഇപ്പൊ ആറിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അതായത് നമ്മൾ റീതിങ്ക് ചെയ്യണം. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നമ്മൾ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന പല സംഗതികളെയും നമ്മൾ റീതിങ്ക് ചെയ്യുക. ഇത് സസ്റ്റൈനബിൾ ആണോ ഇല്ലയോ, നമുക്ക് ഇതിനെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ള അതൊന്ന് റീതിങ്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ടാത്തതിനെയൊക്കെ റിഫ്യൂസ് ചെയ്യാൻ പഠിക്കണം. നമ്മൾ ശരിയല്ല എന്ന് തോന്നുന്നതിനൊക്കെ അതിനെ നമ്മൾ വേണ്ടെന്ന് വെക്കണം. അതുപോലെ റെഡ്യൂസ് ചെയ്യണം, കൺസംഷൻസ് റെഡ്യൂസ് ചെയ്യുക. അതുപോലെ നമ്മൾ ഒരു യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന ഒരു ഇത് മാറ്റിയിട്ട് ഇന്ന് മാത്രം നമ്മൾ ഇതിനെ റീയൂസ് ചെയ്യാവുന്നുള്ളതിനെ കണ്ടുപിടിക്കുക. ഇപ്പം യൂസ് ആൻഡ് ത്രോ എന്നുള്ളതിനെ നമ്മളങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള സംഗതികളെ മാത്രം എടുത്തിട്ട് അതിനെ നമ്മൾ റീയൂസ് ചെയ്യാൻ പഠിക്കുക. അതുപോലെ റീകണ്ടീഷൻ ചെയ്ത് റീപർപ്പസ് ചെയ്ത് റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യുന്ന ആ ഒരു ഇത്. അപ്പൊ ഗ്രേറ്റ് ആർസ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. അപ്പൊ ആ ഒരു ആറിന്റെ ആ എല്ലാവിധ പ്രയോഗങ്ങളും നമ്മൾ അതിൽ ഉപയോഗിക്കണം. പിന്നെ മിനിമലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല സംഗതികളും ആവശ്യമില്ലാത്ത രീതിയിൽ പ്രോസസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡ്രസ്സ് തന്നെ നോക്കിയാൽ അറിയാം, ഈ ഫാഷൻ ട്രെൻഡ് കാരണം നമ്മൾ വളരെയധികം ഡ്രസ്സുകൾ ഓരോ സീസണും വേണ്ടി വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അതുപോലുള്ള ആക്സസറീസ് ഒത്തിരി നമുക്ക് വേണ്ടതിലധികം കൂട്ടുന്നുണ്ട്. അപ്പൊ അതിനെ ഒന്ന് ആ ഒരു മെന്റാലിറ്റി ഒന്ന് മാറ്റിയിട്ട് അത് മിനിമലിസത്തിലോട്ട് ഒന്ന് കിടക്കുക. നമുക്ക് വേണ്ടിയതിന് നമുക്ക് വേണം, അതിനുള്ളത് മാത്രം മതിയല്ലോ എന്നുള്ള രീതിയിൽ നിർത്തുക. പിന്നുള്ളത് ഈ ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായിട്ട് അവർക്ക് കൂടുതൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പ്ലാന്റ് ഒബ്സൊലസൻസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് ഒരു മോഡല്, അത് എന്തു ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, ഗാഡ്ജറ്റ്സ് ആയിക്കോട്ടെ, വീട്ടിലെ ഉപകരണങ്ങളായിട്ട് എന്തുവാണേലും അവരത് ഉണ്ടാക്കുന്നത്. പണ്ടൊക്കെ ജർമ്മൻ പ്രൊഡക്ഷനൊക്കെ ലൈഫ് ലോങ് ലൈഫ് ഉണ്ടായിരുന്നു. അത് അവർ അങ്ങനെയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടത്. പിന്നീട് അത് ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായിട്ട് അവർക്കത് ഒരു പ്രത്യേക കാലഘട്ടത്തിനുള്ളിൽ അതിനെ പുതിയതുണ്ടാക്കി മാർക്കറ്റിൽ ഇറക്കണം. അതിന് വേണ്ടിയിട്ട് അവരതിന് അങ്ങനെയുള്ളൊരു രീതിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർ അതിനെ റിപ്പയർ ചെയ്യാനോ റീകണ്ടീഷൻ ചെയ്യാനോ ഉള്ള ഒരു സാധ്യത കൊടുക്കാതെ അതിന്റെ പാർട്സുകൾ പോലും ഇല്ലാതെ വരുത്തിയിട്ട് അതിന് ഒരു പ്ലാന്റ് ഒബ്സൊലൻസ് എന്ന് പറഞ്ഞിട്ട് 3 വർഷം 4 വർഷത്തിനകം ആ മോഡൽ മാറ്റുക എന്നുള്ള ഒരു പ്ലാനുണ്ട്.
അപ്പൊ അതിന് പക്ഷെ അതിന് അഗ്നസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പല ആൾക്കാരും നമ്മളതിനെ ഇത് ചെയ്യും, റീകണ്ടീഷൻ ചെയ്യാൻ, റിപ്പയർ ചെയ്യാവുന്ന പല സംഗതികളും കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻസ് നോക്കിയിട്ട് അത് ചെയ്യുക. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഷെയർ ചെയ്യുക, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ നമ്മൾ ഉള്ള വാഹനങ്ങളുള്ളവരെ അത് ഷെയർ ചെയ്യാൻ പഠിക്കുക. അതുപോലെ സൈക്കിളോ ഇത് ഉള്ളത് ഷെയർ ആയിട്ട് ഉപയോഗിക്കുക, റെന്റൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അങ്ങനെ പിന്നെ നമുക്ക് ഇപ്പൊ ഈസ്റ്റ് യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരത് ഈ നമ്മൾ ഉപയോഗിക്കാൻ കുട്ടികളുടെ ഡ്രസ്സ് തന്നെ ആലോചിച്ചാൽ കുട്ടികൾക്ക് കുഞ്ഞു കുട്ടികളുടെ ഇത് ഒരു 3-6 മാസം 1 വർഷം പോലും നിൽക്കത്തില്ല. അതിന് മുമ്പ് തന്നെ അത് സൈസ് മാറും. അപ്പൊ അത് എടുത്ത് കളയുന്നതിന് പകരം അവരുടെ ഫ്രണ്ട്സിനും അതിനുമായിട്ട് ഷെയർ ചെയ്യുക. അവിടെയൊക്കെ അങ്ങനെ ഒരു പ്രശ്നമില്ല, അവരത് ഷെയർ ചെയ്ത് അവര് ഉപയോഗിക്കും, അതായത് റീയൂസ് ചെയ്തോളും. അങ്ങനെയൊക്കെയുള്ള ഒരു കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ടൂൾസ്, പല ഗാഡ്ജറ്റ്സ് ഉണ്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്നതിന്, അതിനെ ഷെയർ ചെയ്യാനുള്ള ആ ഒരു മെന്റാലിറ്റി ലോക്കലായി ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരിക. പിന്നെ സീറോ വേസ്റ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെ ബിസിനസിനെ സപ്പോർട്ട് ചെയ്യുക. അല്ലാത്തതിനെ നമ്മൾ അതിൽ നിന്ന് മാറാൻ ശ്രമിക്കുക. അത് നമ്മൾ പല ഇതിലും ആലോചിച്ച് നോക്കുമ്പോൾ അറിയാം, പല സംഗതികളും അങ്ങനെയുള്ള സീറോ വേസ്റ്റ് അല്ല, പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ് ഒത്തിരി ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കമ്പനീസിനെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രം വാങ്ങിക്കാൻ ശ്രമിക്കുക. പിന്നെ ബയോഡിഗ്രേഡബിൾ അല്ലെങ്കിൽ ലോങ് ടേം യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ആദ്യം നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് ലോങ് ടേം യൂസ് ചെയ്യാവുന്ന ഐറ്റംസിനെ മാത്രം വാങ്ങിക്കുക. അതായത് യൂട്ടൻസിൽസ് ആണെങ്കിലും പല വീട്ടിൽ ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളും അത് ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള സാധനങ്ങൾ വാങ്ങിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബയോഡിഗ്രേഡബിൾ ആയിരിക്കണം, അതില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ ഈ കൺസ്യൂമറിസത്തിനെ നമ്മൾ ഒന്ന് റെസിസ്റ്റ് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അവരുടെ ട്രെൻഡിങ്ങും അവരുടെ ഈ പുതിയ മോഡൽസ് കൊണ്ടുവരികയും അധികമായിട്ട് കൺസ്യൂമർ ചെയ്യാനുള്ള പുതിയ അഡ്വർടൈസ്മെന്റും അതിനെയൊക്കെ നമ്മളൊന്ന് മാറ്റി വെച്ചേ പറ്റുള്ളൂ. അതിന് അഗനസ്റ്റ് ആയിട്ട് നമ്മൾ ഒന്ന് ഒരു മെന്റാലിറ്റി ക്രിയേറ്റ് ചെയ്താൽ അതങ്ങ് മാറിക്കിട്ടും. അതുകൊണ്ട് അഡ്വർടൈസ് ചെയ്തതിന്റെ പുറകെ പോകാതിരിക്കുക. അപ്പൊ അതൊരു ആക്ടിവിറ്റി, അത് ശരിക്കും കൺസ്യൂമേഴ്സിന് അഗനസ്റ്റ് ആയിട്ട് നമ്മളൊന്ന് കൈകോർത്ത് നിന്നെങ്കിലേ ആ ഒരു ട്രെൻഡ് വേൾഡിൽ നിന്നും നമുക്ക് ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അടുത്തത് ഈ കമ്മ്യൂണിറ്റി സെന്റേഴ്സ്, അതായത് നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്തിന്റെ കാര്യം ഇത് പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ ഇതുപോലുള്ള ആക്ഷൻസ് ഉണ്ടാക്കിയിട്ട് അതിനെ ഗ്രൂപ്പുകൾ അതിനെ പ്രൊമോട്ട് ചെയ്യുക. അപ്പൊ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ്, കമ്മ്യൂണിറ്റി ഷെയർ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാൻ പറ്റുക, റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന അതിനെ പറ്റിയുള്ള അവയർനെസ്സും അതെല്ലാം ക്രിയേറ്റ് ചെയ്ത് അതിനായിട്ട് പ്രവർത്തിക്കുക. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് എക്കണോമിക് സ്റ്റെബിലിറ്റി ബൈ റീകൊലൊക്കേറ്റിംഗ്, റീസ്ട്രക്ചറിങ് ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ്. നമുക്ക് പലയിടത്തും പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് അവിടെ തന്നെ നമ്മൾ പലതിനും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പല ഷെയർ ആണെങ്കിലും പ്രോപ്പർട്ടി ആണെങ്കിലും അങ്ങനെ പലതിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന പലരും ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ ഒന്ന് മുൻകർമ്മ എടുക്കുന്ന കൂട്ടത്തിൽ അതിനെയൊക്കെ ഒന്ന് റീലൊക്കേറ്റ് ചെയ്യേണ്ടി വരും. അതിൽ നിന്ന് അവിടുന്നുള്ള അത് വിഡ്രോ ചെയ്ത്, കാരണം ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഇനി ഏത് സമയത്ത് പൊട്ടുന്നുള്ള പറയാനൊക്കത്തില്ല, അത് പലതും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് പതുക്കെ അത് വിഡ്രോ ചെയ്തിട്ട് നമ്മൾ ഉള്ള സംഗതികൾ കൺസോളിഡേറ്റ് ചെയ്ത് നമുക്കത് അതേ ഉള്ളു ഇനിയിപ്പോൾ ആധാരം എന്നുള്ള രീതിയിൽ അതിനെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ട് സസ്റ്റൈനബിൾ പർപ്പസ്, നമ്മുടെ ലോക്കലായിട്ടുള്ള, അതായത് നമ്മളൊക്കെ ഒന്ന് ഫ്യൂച്ചറിലേക്ക് ഒന്ന് പ്ലാൻ ചെയ്യേണ്ടി വരും. എവിടെയാണ് നമ്മൾ പോയി ലൊക്കേറ്റ് ചെയ്യുന്നത്, നമ്മുടെ നേറ്റീവ് പ്ലേസിൽ ആണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിലാണെങ്കിൽ അവിടെ വരിക. അല്ല ഏതെങ്കിലും ഒരു ലൊക്കാലിറ്റി ഇത് സെലക്ട് ചെയ്തിട്ട് അവിടെ ഇതുപോലുള്ള ഏതെങ്കിലും കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്ന, ലൈക്ക് വില്ലേജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ചേരുക. അല്ല അവരുടെ ക്രിയേറ്റ് ചെയ്യാവുന്നുണ്ടെങ്കിൽ അങ്ങനെ കുറെ ഒരു ഗ്രൂപ്പായിട്ട് അത് ക്രിയേറ്റ് ചെയ്യാനുള്ള സംരംഭം എടുക്കുക. എന്താണെങ്കിലും അത് ഇപ്പോഴേ മുന്നിൽ പ്ലാൻ ചെയ്തെങ്കിലേ ഇത് നടക്കാൻ പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പൊ അതിനുള്ള നമ്മുടെ കയ്യിലുള്ള റിസോഴ്സിനെ എല്ലാം ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് അതിനായിട്ട് സ്വരൂപിച്ചു കൊണ്ടുവരണം. പിന്നെ നമ്മുടെ ലോക്കൽ ഓപ്പർച്യൂണിറ്റീസ്, അതായത് ലോക്കൽ എക്കണോമിയെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഇത് നമ്മളൊരു പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഏത് ലൊക്കാലിറ്റിയിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ
നമ്മുടെ വില്ലേജിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ വില്ലേജിലെ എക്കണോമി എല്ലാം തകർന്നു കിടക്കുക. അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു എക്കണോമി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെറിയ ചെറിയ ബിസിനസ്സുകൾ, സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരെ അവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യണം. അവിടെ നമുക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാവുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വരിക, അല്ല അവിടെ ഉള്ളതിനെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കടം. നമ്മൾ ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്, അങ്ങനെ പല പല ഇത് പേഴ്സണൽ ലോൺ കാണും, അല്ലാതെ തന്നെ ബിസിനസ് ലോൺ കാണും, പിന്നെ ക്രെഡിറ്റ് കാർഡ്സ് കാണും. ഇത് ഏറ്റവും ആദ്യം ഇതിൽ നിന്ന് പുറത്തു ചാടുക എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം കൊണ്ടുപോകും. ഞാൻ അതിൻ്റെ ഒരു സഫറാണ്, അതുകൊണ്ട് ഞാൻ അത് വളരെ ഇതായിട്ട് സ്ട്രോങ് ആയിട്ട് പറയുന്നു, അതിൽ നിന്ന് പുറത്തു വരിക. അപ്പൊ കാരണം ഇതിൻ്റെ അകത്ത് ലോൺ എടുത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ബാങ്കുകാർ എപ്പോഴും പ്രലോഭനം തരും. നിങ്ങൾ ലോൺ എടുത്ത് ബിസിനസ് ചെയ്താൽ ഇത് കിട്ടും, സ്വപ്നങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു ഇതാണ്. പക്ഷെ അതിൽ എത്ര പേര് എങ്ങനെ പോയി എന്നുള്ളത് ആലോചിച്ചാൽ കാണാം, അതിൽ കൂടുതൽ പേരും സഫർ ചെയ്തിട്ടേ ഉള്ളൂ. അത് വേൾഡിന്റെ ഇനിയിപ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതിന്റെ സിറ്റുവേഷൻ. കാരണം സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പ്രൂവൺ ആയി കഴിഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞാൽ സ്പെക്കുലേറ്റീവ് ട്രേഡിങ്, അതായത് ഷെയർ മാർക്കറ്റിൽ സ്പെക്കുലേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു വിധത്തിലുള്ള സ്പെക്കുലേറ്റീവ് ട്രേഡിങ്ങിനും പോകരുത്. കാരണം അതൊരു സസ്റ്റൈനബിൾ ആക്ടിവിറ്റി അല്ല, അതിനെ നമ്മൾ മാറ്റി നിർത്തുകയാണ് വേണ്ടത്. പിന്നെ ഗ്രീൻ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ലോക്കലായിട്ടുള്ള, ഇപ്പൊ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ ഉള്ള ലോക്കൽ അല്ല, നമ്മുടെ നാട്ടിലെ ഇവിടെ നമ്മുടെ നെറ്റീവ് എന്ന് വെച്ചാൽ അവിടെ ഉള്ള ലോക്കലായിട്ടുള്ള ബിസിനസ്, ഗ്രീൻ ബിസിനസ് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര പേർക്ക് വേണമെങ്കിലും നമ്മൾ മെസ്സേജ് കൊടുക്കുകയോ അങ്ങനെ അതിനെപ്പറ്റി പ്രചാരണം നടത്തുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുക. അല്ല നമുക്ക് അതിനെ നേരിട്ട് സഹായിക്കാമെന്നുണ്ടെങ്കിൽ അതിനെ സഹായിച്ച് നമുക്ക് അതിൽ പങ്കുചേരാമെന്നുണ്ടെങ്കിൽ അത് ചേരുക. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഗ്ലോബൽ മോണോപ്പൊളീസ്, അതായത് ഈ കൺസ്യൂമേഴ്സിൽ വരുന്ന ഗ്ലോബൽ ബ്രാൻഡുകളെ ഒന്ന് ചെറുത്ത് നിന്നേ പറ്റുള്ളൂ. അത് കാരണം അതൊരു ഗ്രാജുവലായിട്ട് നമ്മുടെ ലോക്കൽ ബിസിനസിനെ മുഴുവനും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ നമ്മൾ അതിനെ ഒന്ന് ചെറുത്ത് നിൽക്കാനായിട്ട് നമുക്ക് ഇതുപോലുള്ള ടെംപ്റ്റേഷൻ ഉണ്ട്. കാരണം അത് ചീപ്പായിട്ട് തരുന്നു, അവരതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ ഈ ഗ്ലോബൽ ബ്രാൻഡുകൾ കുറെ ചീപ്പായിട്ട് വരും, ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ട് വരും, അതിന്റെ ഫാഷൻ ട്രെൻഡിങ് ആണ്, അത് ഇതെന്നുള്ള രീതിയിൽ വരുന്നത്. അതിന് ആ ഒരു ടെംപ്റ്റേഷനെ നമ്മൾ മാറ്റി നിർത്തണം, എന്നാലേ ആ ഒരു ആക്ടിവിറ്റി നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് പകരം ലോക്കൽ ബിസിനസ്സിൽ, ലോക്കലായിട്ടുള്ള ഇൻഡസ്ട്രീസ്, ലോക്കൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നവരെ അവരെ ഹെൽപ്പ് ചെയ്യുക, അവരുടെ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പം ബൈ ലോക്കൽ എന്നുള്ള ഒരു ക്യാമ്പയിന് ഉണ്ടാക്കി അതൊരു അവയർനെസ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യുക, നാട്ടിലും അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളിടത്തും. പിന്നെ ഫുഡ് ഹെൽത്ത് ആൻഡ് സെൽഫ് സഫിഷ്യൻസി, നമ്മൾ ഒന്ന് പഠിക്കേണ്ടുന്ന ഹെൽത്തി ഫുഡ് എന്താന്നുള്ളത്. അപ്പൊ അതിനെപ്പറ്റി പഠിച്ചാൽ, ശരിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന, ഇപ്പൊ പുറത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, പുറത്ത് സിറ്റീസിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ കാര്യം പറയുന്നത്. അപ്പൊ അവർക്ക് ഹെൽത്തി ഫുഡ് എന്നുള്ളത് അവരുടെ സൂപ്പർ മാർക്കറ്റിലോ അവർ എവിടെ പോകുന്നിടത്തോ റെസ്റ്റോറൻറ്റിലോ എവിടെയും കിട്ടത്തില്ല. അത് ഇതിനെപ്പറ്റി പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിക്കും മനസ്സിലാവും. അപ്പൊ ആ കിട്ടുന്നത് അഡൾട്രേറ്റഡ് അൺഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ആണെന്നുള്ളത് എല്ലാം ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ആ അവയർനെസ് ബാക്കിയുള്ളവരിൽ കൂടെ ഇട്ടുകൊടുക്കുക. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ആൾക്കാരെ ഒന്ന് പിന്തിരിപ്പിക്കാനുള്ള ചെയ്യാനുള്ള, നമ്മൾ തന്നെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് മറ്റുള്ളവരെ കൂടെ പിന്തിരിപ്പിക്കാൻ നമുക്ക് പറ്റും. ആ ഒരു ആക്ടിവിറ്റി തുടങ്ങുക. പിന്നെ നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം ഫുഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിനെപ്പറ്റി പഠിക്കണം. കാരണം മിക്കവാറും ആൾക്കാർക്ക് അതിൽ നിന്ന് വിട്ടുപോയി, ആ കൾച്ചറിൽ നിന്ന് വിട്ടുപോയ കാരണം അത് എങ്ങനെ ഇനി ഇത് ചെയ്യുന്നതെന്നുള്ള ഒരു മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിനായിട്ടുള്ള പഠനം നടത്തേണ്ടി വരും. എങ്ങനെ സ്വന്തം ഫുഡ് ഉണ്ടാക്കുക, ഗ്രോ ചെയ്ത് അതിനെ കുക്ക് ചെയ്ത് ഹൈജാനിക്കലി എങ്ങനെ ഭക്ഷണം തയ്യാറാക്കാമെന്നുള്ള ആ ഒരു പരിപാടി. ഇപ്പൊ നമ്മളിവിടെ സർവൈവൽ മന്ത്ര എന്നുള്ളതിൽ ഇതുപോലുള്ള ഇതെല്ലാം സമഗ്രമായിട്ട് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇതുപോലുള്ള സംഗതികൾ സ്വന്തമായിട്ട് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ഇതിൽ കോഴ്സസിൽ എടുത്തിട്ട് അതിനെ മനസ്സിലാക്കി വെക്കുക. കാരണം ഇപ്പൊ അല്ല, വേണമെന്നുണ്ടെങ്കിൽ സമയത്ത് നമുക്ക് അതൊരു ആവശ്യമായിട്ട് വരും.
അതുപോലെ വീട്ടില് കിച്ചൺ ഗാർഡൻ ഉണ്ടാക്കാൻ പറ്റുമെന്നല്ല, നിങ്ങൾ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് കിച്ചൺ ഗാർഡനോ അല്ലെങ്കിൽ റൂഫ് ഗാർഡനോ ടെറസ് ഗാർഡനോ ഗ്രോ ബാഗ്സോ ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് ചെറുതായിട്ട് ചെയ്തു തുടങ്ങാം. അല്ല നാട്ടില് നിങ്ങളുടെ സ്ഥലത്ത് ഇപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമാണെന്നുണ്ടെങ്കിൽ അവിടെ തുടങ്ങുക. അപ്പൊ ആ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്ത് വരികയാണ് നമ്മൾ എങ്ങനെ ഇതിനോട്ട് മാറാവുന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ലോൺ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാവഗൻസ് ആണ്. ആ ലോണിനെ മാറ്റിയിട്ട് അതിനെ ഫ്രൂട്ട് ഫോറസ്റ്റ് ആക്കുക. പല വീടുകളിലും അത് ഒരു ഇത് ആഡംബരമായിട്ട് നമ്മൾ ലോണിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി എന്തുമാത്രം വെള്ളം എന്തുമാത്രം ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. എനിക്ക് വീട്ടിൽ ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അത് ഈ പല സംഗതികളും ഒരു റെസിസ്റ്റൻസ് വരും. എല്ലാവരും കൂടെ വിചാരിച്ചെങ്കിലേ അത് നടക്കുള്ളൂ. പക്ഷെ അത് ഗ്രാജുവലി നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ആവശ്യം മനസ്സിലാക്കാം, അതിലോട്ട് മാറാം. അതിനെ നമുക്ക് ഫ്രൂട്ട് ഫോറസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോണിന്റെ ഏറ്റവും ബെസ്റ്റ് യൂസ് ആയിട്ട് മാറും അത്. പിന്നെ സപ്പോർട്ട് ലോക്കൽ ബൈ ലോക്കൽ സപ്പോർട്ട് ലോക്കൽ. അപ്പൊ അതില് നമുക്ക് ഇപ്പോഴും കേരളത്തിൽ പടർത്തി ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഈ ഓർഗാനിക് ഗ്രോവേഴ്സിന്റെ മാർക്കറ്റ് അത് ഇവിടെ മാത്രമല്ല എല്ലാ വേൾഡിൽ എല്ലായിടത്തും ഇതുപോലെ അങ്ങനത്തെ ഫാർമേഴ്സ് മാർക്കറ്റ്, ലോക്കൽ മാർക്കറ്റുകൾ, പ്രൊഡ്യൂസേഴ്സ് അവർ തന്നെ അവരുടെ പ്രൊഡ്യൂസ് കൊണ്ടുവന്നിട്ട് വിൽക്കുന്ന മാർക്കറ്റുകളുണ്ട്. ചിലപ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ, നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റ് പോലെ ആക്സസ് ചെയ്യാൻ കിട്ടത്തില്ലായിരിക്കും. പക്ഷെ അത് എവിടെയാന്ന് കണ്ടുപിടിച്ച് ചിലപ്പം വീക്ക്ലി വൺസേ കാണുള്ളൂ. അപ്പം മിക്കവാറും സാറ്റർഡേ സൺഡേ എന്നുള്ള രീതിയിലായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പൊ ആ ദിവസം അത് വാങ്ങിച്ച് അതിനായിട്ട് പ്രത്യേക ഒരു കെയർ ചെയ്ത് വാങ്ങിക്കണം. അതൊരു കൾച്ചറായിട്ട് മാറണം. ഫാർമേഴ്സ് മാർക്കറ്റിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. ഇവിടെ മാത്രമല്ല, നമ്മുടെ ലൊക്കാലിറ്റി എന്നുള്ളതല്ല, ഇത് ഞാൻ പറയുന്നത് വേൾഡ് മൊത്തമുള്ള ഒരു ആക്ഷൻ പ്ലാൻ ആണ് നടക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് എല്ലായിടത്തും അവർ പറയുന്നത് നിങ്ങൾ എവിടെ ഉണ്ടോ അവിടുത്തെ ഫാർമേഴ്സ് മാർക്കറ്റിനെ ഇത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അവിടുന്ന് വാങ്ങിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ലോക്കൽ റീജനറേഷൻ, അതായത് പലയിടത്തും തരിശു ഭൂമിയായിട്ട് കിടക്കുന്നതിനെ ഇത് റീജനറേറ്റ് ചെയ്യാനുള്ള പെർമാകൾച്ചറൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് അവരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. കാരണം അവരത് വളരെ എഫർട്ട് ചെയ്തിട്ട്, കാരണം നമ്മുടെ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് കൊണ്ട്, ആ ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചർ പ്രാക്ടീസ് കൊണ്ട് തരിശു ഭൂമിയായിട്ട് കിടന്നവരെ അതിനെ റീജനറേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയൊരു എഫർട്ടാണ്. അതൊരു 10, 15, 20 വർഷം എടുത്തിട്ടാണ് അവർ റീജനറേറ്റ് ചെയ്യുക. അങ്ങനെയുള്ളവരെ പ്രത്യേകം സപ്പോർട്ട് ചെയ്യുക, അതിനെ മനസ്സിലാക്കുക, അതിനെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, ബാക്കിയുള്ളവരിലോട്ടും അത് എത്തിക്കുക, മെസ്സേജസ്. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറ്റുന്നിടത്തൊക്കെ ഈ സീഡ്സ്, കമ്മ്യൂണിറ്റി സീഡ്സ്, നമ്മൾ ഈ ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായിട്ട്, ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചറിന്റെ ഭാഗമായിട്ട് അവരെ സീഡ്സിനെ എല്ലാം മിക്കവാറും മോണോകൾച്ചർ ആക്കി, പിന്നെ സീഡ്സിന്റെ വെറൈറ്റി എല്ലാം തകർത്തിട്ട് ലോക്കൽ സീഡ്സിനെ എല്ലാം അവർ ഇല്ലാതാക്കാനുള്ള ശ്രമമായിരുന്നു. പക്ഷെ ഇത് ഇപ്പം പലയിടത്തും അതിനെ റീജനറേറ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. ഇവിടെ വന്ദന ശിവ എന്ന് പറയുന്ന ഒരു നവദിന്യ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റില് ആ സീഡ്സ് മൊത്തം അവർ സീഡ് ബാങ്ക് ആയിട്ട് കൊണ്ടുവരികയാണ്. ഹെയർലൂം സീഡ്സ് മുഴുവനും അവർ സൂക്ഷിക്കുന്നുണ്ട്. അങ്ങ് ആ സെയിം എഫർട്ട് നമ്മൾ എല്ലാ ലൊക്കാലിറ്റിയിലും എടുക്കണം. ഈ ഒരിടത്ത് തന്നെ വിചാരിച്ചാൽ എല്ലായിടത്തും ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇല്ല. അപ്പൊ നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ജെം പ്ലാസ എന്ന് പറയുന്നത്, അതായത് ആ ജീൻ ബാങ്കിനെ, നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ജീൻ പ്ലാന്റ്സിന് ബാങ്കിനെ നിലനിർത്തേണ്ടത് നമ്മുടെ തന്നെ ആവശ്യമാണ്. ആ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലാണ് എപ്പോഴും ഇത് ഉപയോഗം വരുമെന്ന് അറിയത്തില്ല. കാരണം പ്രകൃതി എന്തൊക്കെ നിർദ്ധാരണം ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഇതുവരെ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. സയൻസിന് ഒട്ടും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. സയൻസ് മിക്കവാറും അന്ധതയിലാണ് ഇത് കിടക്കുന്നത്. പക്ഷെ ഒത്തിരി പേര് ഇപ്പൊ പറഞ്ഞു വരുന്നുണ്ട്. അതിനിപ്പോ അടുത്ത ചിലപ്പം 10, 20 വർഷം 25 വർഷം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ പല സംഗതികളും കുറേശ്ശെ വെളിപ്പത്ത് വരും. പക്ഷെ ആ സമയത്തേക്ക് ഇത് നശിച്ചു പോകരുത്. അതുവരെ നമ്മൾ ഒരു ചെടിയുടെ ഫംഗ്ഷൻ നമുക്ക് അറിയില്ലെന്നുണ്ടെങ്കിൽ അത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് കളയായിട്ട് മാറ്റാൻ ഒക്കുന്നതല്ല. അത് പുല്ല് പറിച്ചു കളയാനുള്ള സംഗതി അല്ല. അതിനുള്ള പ്രാധാന്യമുണ്ട്. ഒരു കളയ്ക്ക് പോലെ ഏത് ചെടിക്കുമാണോ അതിന്റെ പ്രാധാന്യം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അതിനെ പ്രിസർവ് ചെയ്യുക. അതിന്റെ പ്രാധാന്യം നമുക്കറിയത്തില്ല, പ്രകൃതിക്ക് അറിയാം. പിന്നെ പ്രാക്ടീസ് നാച്ചുറൽ ഹൈജീൻ. നമ്മളിപ്പോ കൊറോണ വന്ന സമയത്ത് കണ്ടതാണ്, ശരിക്ക് ഇമ്മ്യൂണിറ്റി നല്ലതായിട്ടുണ്ടായിരുന്ന ആൾക്കാരൊക്കെ പിടിച്ചു നിന്നിട്ടുണ്ട്, അല്ലാത്തവർ പോയി. കോമോർബിഡിറ്റി എന്ന് പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉള്ളവരൊക്കെ മിക്കവാറും പേര് ഇതിൽ പെട്ടുപോവുകയാണ്. തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ മരണപ്പെട്ടു പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഈ ഇൻട്രിൻസിക് ഇമ്മ്യൂണിറ്റി എന്നുള്ളതിന്റെ പ്രാധാന്യം വളരെ ഇതായിട്ട് എല്ലാവരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടേഴ്സും എല്ലാം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശരിക്കും
നാച്ചുറൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നുള്ള ഒരു മേഖലയെ മുഴുവൻ ശരിക്കും പഠിക്കണം. നാച്ചുറൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറയുന്നത് ഇന്നത്തെ ഭക്ഷണശൈലിയിലും ജീവിതശൈലിയിലും ടോട്ടൽ അതിന് എതിഗ്നസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പൊ അതിനെ പഠിച്ചിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബലപ്പെടുത്തുക. കാരണം ഇതുപോലെ ചെറിയ ചെറിയ രോഗങ്ങളോ അല്ല ഇപ്പൊ കൊറോണ പോലെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പിടിച്ചിരിക്കാനുള്ള ഒരു ആരോഗ്യം അതിൻ്റെ അകത്ത് എടുത്തിരിക്കണം. അങ്ങനെ അതുപോലെ തന്നെ പലർക്കും ഡയബറ്റീസ്, കൊളസ്ട്രോള്, പ്രഷർ ഇങ്ങനെയുള്ള പല സംഗതികളിലും അടിമപ്പെട്ട് കിടക്കുന്നവരുണ്ട്. അപ്പൊ അത് ഗ്രാജുവലി ഈ ഒരു ഹെൽത്ത് പ്രാക്ടീസും ഉണ്ട്, നാച്ചുറൽ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ പ്രാക്ടീസും ഉണ്ട്. അതിൻ്റെ അകത്തുനിന്ന് പുറത്തു വരാം. അത് നമ്മളിവിടെ നമ്മുടെ നാട്ടിൽ ഇവൻ നേച്ചർ ലൈഫ് ഹോസ്പിറ്റലിലേക്ക് പടക്കാഞ്ചേരി മുതൽ തിരൂരിലെ രാധാകൃഷ്ണൻ പോലും എല്ലാവരും ഈ നാച്ചുറൽ ഹൈജീൻ പഠിപ്പിക്കുന്നവരാണ്. അവിടെ അവർ അതിന് ഈ മരുന്നുകളെല്ലാം അലോപ്പതി മരുന്നുകൾ ഇല്ലാതെ അലോപ്പതി മരുന്നിൽ സുഖം പ്രാപിക്കുന്നില്ലല്ലോ, അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നേ ഉള്ളൂ, ഡിസീസിനെ മാനേജ് ചെയ്യാണ്. ഇവിടെ നമ്മൾ ഹീൽ ചെയ്യാണ്, അത് നാച്ചുറലായിട്ടുള്ള ഹീലിംഗ് സംഭവിക്കാനുള്ള മാർഗമാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് അതിൽ നിന്നും തിരിച്ചു വന്ന് നമ്മുടെ ശരിക്കുള്ള ആരോഗ്യത്തെ വീണ്ടെടുത്ത് നിർത്തുക. എന്നിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ എക്സാമ്പിൾ കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ തന്നെ, എനിക്ക് 20 വർഷമായിട്ട് BP ഉണ്ടായിരുന്ന ആളാണ്, 20 വർഷമായിട്ട് മരുന്ന് കഴിച്ചിരുന്ന ആളാണ്. 2010 ഒരു പ്രശ്നം ഉണ്ടായി. അതോടുകൂടി എനിക്ക് മനസ്സിലായി നമ്മൾ എന്തോ ഒരു ശരിക്കുള്ള ഒരു ജീവിതം അല്ല ചെയ്യുന്ന എന്നുള്ള രീതിയിൽ വന്നിട്ട് അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ടാണ് ഞാനൊരു ഈ ലെവലിലോട്ട് വന്നത്. എൻ്റെ എനിക്കൊരു 5-6 രീതിയിലുള്ള രോഗങ്ങളും അതിനുള്ള മരുന്നുകളും ഉപയോഗിച്ചിരുന്നതാണ്. അത് 2014-15 ആയപ്പോഴത്തേക്ക് ഞാൻ എല്ലാം നിർത്തി. ഇപ്പൊ എനിക്ക് ഒരു മരുന്നുമില്ല, ഒരു ഇതിന്റെ ആവശ്യമില്ല, ആ ഒരു സ്ഥിതിയിലൂടെ. അപ്പൊ അങ്ങനെ ഒരു എക്സാമ്പിളായിട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു പ്രയോജനമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പല സമിതിക്കും പലവരെയും ഇങ്ങനെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒത്തിരി പേരെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്, അവരുടെ ചിന്താഗതിയെ മാറ്റിമറിക്കാനുള്ള ഒരു ഇത് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കത് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ പറയാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് എനർജി കൺസംപ്ഷൻ റെഡ്യൂസ് ചെയ്യാൻ നോക്കുക. കാരണം നമ്മൾ റിന്യൂവബിൾ എനർജിയിലോട്ട് മാറേണ്ടി വരും. അപ്പൊ സോളാർ ബയോഗ്യാസ് എന്നുള്ള അതിനെപ്പറ്റി കൂടുതൽ പരിചയപ്പെട്ട് അത് എങ്ങനെ ഉപയോഗിക്കാം അതിനെപ്പറ്റിയുള്ള ഇതിൽ. അപ്പം അതിന്റെ ആദ്യപടിയായിട്ട് നമ്മൾ കൺസംഷൻ, എനർജിയുടെ കൺസംഷൻ റെഡ്യൂസ് ചെയ്യുക. നമുക്ക് ആവശ്യമില്ലാത്ത ലേറ്റ് വേണ്ട, അങ്ങനെ പല സംഗതികൾക്ക് നമ്മൾ അൺനെസറിലി വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വേസ്റ്റേജ് അതിനെപ്പറ്റി മനസ്സിലാക്കി അത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം സോളാർ കൊണ്ട് ഫുൾ എനർജി നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള എനർജി അതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതിനായിട്ട് ഗ്രാജുവലി അതിനെ കുറച്ച് പഠിക്കുക. ഇല്ല അതുപോലെ തന്നെ എനർജി സേവേഴ്സിനെ പറ്റി മനസ്സിലാക്കി അതിനുള്ള ഗാഡ്ജറ്റ്സും ഒക്കെ അതിനുള്ള ഇതിലോട്ട് മാറുക. അപ്പൊ ഇനി അടുത്തത് localization action at the local level or after reaching the locality of your choice or your native place. നിങ്ങളുടെ നേറ്റീവ് പ്ലേസിൽ നിങ്ങൾ തിരിച്ചു വരുമ്പോഴോ അല്ല നിങ്ങൾ വേറൊരു ലൊക്കാലിറ്റിയാ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വരുമ്പോഴോ അല്ല അതുപോലെ തന്നെ ഇക്കോ വില്ലേജ് സെലക്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ അവിടെ വരുമ്പോഴുള്ള ആക്ഷൻ അതിനെ പറ്റിയാണ് ഇനി പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് അതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പ്രകൃതിയെ പറ്റി പഠിക്കുക. നമ്മളിവിടെ ഗ്രീൻ കോസ് ഫൗണ്ടേഷന്റെ എല്ലാ ഇതിലും ബേസിക് ആയിട്ട് പഠിപ്പിക്കുന്നത് പ്രകൃതിയെ പറ്റിയാണ്. പ്രകൃതിയെ മനസ്സിലാക്കുക, പ്രകൃതിയാണ് നമുക്ക് എല്ലാം കാണിച്ചു തരുന്നത്, എങ്ങനെ ചെയ്യണം എന്നുള്ള കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രകൃതിയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള സിംബിയോസിസ് ആണ്. ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്ന മോഡേൺ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്ന കോമ്പറ്റീഷൻ ആണ്. കോമ്പറ്റീഷൻ അല്ല, ഈവൻ ഇതിൻ്റെ അകത്ത് ഡാർവിന്റെ തിയറിക്കകത്തോ എല്ലാം കോമ്പറ്റീഷനെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ ശരിക്ക് സിംബിയോസിസ് ആണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് എക്കോസിസ്റ്റം എന്നുള്ളത് നമുക്ക് തന്നെ പ്രൂവ് ചെയ്തിട്ട് കാണാൻ പറ്റുന്ന നമ്മുടെ ശരീരത്തിൽ തന്നെ കാണാം. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ഫുൾ എക്കോസിസ്റ്റം ആണ്. അതിന്റെ സ്വന്തം ഹ്യൂമൻ സെൽസ് 10% ഉള്ളൂ, ബാക്കി 90% സെൽസ് മൈക്രോബയോംസ് ആണ്. അതിൻ്റെ അകത്ത് ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, പിന്നെ ഫംഗസ് ഉണ്ട്. ഇങ്ങനെ 3-4 വെറൈറ്റി മൈക്രോബയോം ചേർന്നിട്ടാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഈ എല്ലാ അണുക്കളെയും ഇത് ഒന്നാമത് സയൻസ് പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ അണുക്കളെല്ലാം നമ്മുടെ എതിരാളികളാണെന്നുള്ള അങ്ങനല്ല.
ഇത് അണുക്കളെ പറ്റിയുള്ള ഒരു ശാസ്ത്രം നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇപ്പൊ പലത് പുറത്തു വരുന്നുണ്ട്. കാരണം ഈ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. ഇവിടെ ബോഡിക്കകത്തും മണ്ണിലും എല്ലായിടത്തും നമ്മൾ കൃഷി ചെയ്യുന്നിടത്തും ആ മൈക്രോ ഓർഗാനിസംസ് പോയപ്പോഴാണ് ഈ തരിശുഭൂമിയായിട്ടാകാൻ തുടങ്ങിയത്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇപ്പൊ കുറച്ച് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. അപ്പൊ ഇത് അതുകൊണ്ടാണ് പ്രകൃതിയെ നമ്മൾ മോഡലാക്കി എടുക്കുക എന്ന് പറയുന്നത്. സിംബിയോസിസ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ ഇത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അന്യോന്യം എന്തുമാത്രം നമ്മളിവിടെ പഠിപ്പിക്കുന്നത് തന്നെയാണ് ഷെയർ ആൻഡ് കെയർ എന്നുള്ള. ആ ഷെയർ ആൻഡ് കെയർ ആണ് ബോഡിക്കകത്തും നടക്കുന്നത്. അത് എപ്പം വിഘടിപ്പിച്ചിട്ടുണ്ടോ അവിടെ അന്ന് നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങൾ വന്നു തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ ഈ കെമിക്കൽ ഡ്രഗ്സ് ആൻഡ് മെഡിസിൻസ് എടുത്തു കഴിയുമ്പോഴത്തേക്ക് ആന്റിബയോട്ടിക് ഒക്കെ കൊണ്ട് ഈ മൈക്രോബയോട്ടയെ മുഴുവൻ നശിപ്പിച്ചിട്ട് ഡിപ്രഷൻ അങ്ങനെ പല രോഗങ്ങളും ഉണ്ടാക്കി വരുന്നത്. പല വിധത്തിലുള്ള, അതായത് മെയിൻലി നമ്മുടെ ഹാപ്പിനെസ് തന്നെ, നമ്മുടെ ഇമ്മ്യൂണിറ്റി അത് മെയിനായിട്ട് ഈ മൈക്രോ ഓർഗാനിസം ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ. അപ്പൊ ഇതില് ഒന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ മൈക്രോ ഓർഗാനിസംസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവായിട്ട് സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള ഒരു എൻവോൺമെന്റിൽ ആ പോസിറ്റീവായിട്ടുള്ള അണുക്കളായിരിക്കും പ്രവർത്തിക്കുന്നത്, മുന്നിട്ട് നിൽക്കുന്നത്. നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നെഗറ്റീവായിട്ടുള്ളത് പ്രൊമിനന്റ് സംഭവിക്കും. അത് പ്രകൃതിയുടെ ഒരു നിർദ്ധാരണമാണ്. നെഗറ്റീവിലോട്ട് പോകുന്നുണ്ടെ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെഗറ്റീവ് ആയിട്ടുള്ള അണുക്കളും ഇതും കൂടെ ഉള്ളത്. അത് വർത്തിക്കുന്ന അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത സമയത്ത് അങ്ങനെ വന്നതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന് വരുത്തിക്കൊണ്ട് തന്നെയാണ് പ്രകൃതി അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഇന്ന് പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പൊള്യൂഷൻ കൂടിക്കൂടി വന്നപ്പോഴത്തേക്കാണ് ഇതുപോലെ നെഗറ്റീവായിട്ടുള്ള പെസ്റ്റുകള്, അണുക്കള്, ബാക്ടീരിയ, വൈറസ് ഇതൊക്കെ കൂടി വരുന്നത്. അപ്പൊ അത് നാച്ചുറൽ കൺട്രോൾ തന്നെയാണ്. അപ്പൊ ഗ്രാജുവലി അത് കൺട്രോൾ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവന്നോളും. പക്ഷെ ഇവിടെ ഇപ്പം മനുഷ്യന്റെ ഇടപെടൽ വന്നുകൊണ്ടാണ് അതിനെ ആ ഒരു പ്രകൃതിയുടെ ഇതിനെയും ഒന്നുകൂടെ വഷളാക്കി കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ മനസ്സിലാക്കണം, പ്രകൃതിയെ ഫോളോ ചെയ്താലേ നമുക്ക് ശരിക്കുള്ള സസ്റ്റൈനബിൾ കിട്ടുകയുള്ളൂ എന്നുള്ളത്. അപ്പം അതിന് നമ്മൾ ഇതിന്റെ ഈ ലോക്കലൈസേഷന്റെ നെസസിറ്റിയെ നമ്മൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി അതിന്റെ ഒരു അവയർനെസ് ബാക്കിയുള്ളവരിലേക്ക് പകരുക എന്നുള്ളത് വളരെ ഒരു പ്രധാനമായിട്ടുള്ളൊരു ധർമ്മമാണ് നമ്മൾ ചെയ്യാനുള്ളത്. മനസ്സിലാക്കുന്നവരും ബാക്കിയുള്ളവരെ കൂടെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അങ്ങനെ വരുന്ന ആ സ്ഥലത്തെ ലോക്കൽ കമ്മ്യൂണിറ്റി, ഫാമിലി, ഫ്രണ്ട്സ്, നെയ്ബേഴ്സ് ചേർന്ന ഒരു കമ്മ്യൂണിറ്റിയെ അവിടെ ഡെവലപ്പ് ചെയ്യുക. അതിന്റെ ഒരു റിതർമിക് ഒരു താളത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തണം. അപ്പൊ അതില് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗോ. നമ്മുടെ ഈഗോ ആണ് ഏറ്റവും മുന്നിട്ട് നിന്ന് ഇതിനെ ശല്യപ്പെടുത്തുന്നത്. അപ്പൊ ഈഗോയെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എല്ലാവരുമായിട്ടൊന്ന് യോജിച്ച് പോകത്തക്ക വിധത്തിലുള്ള ഒരു മനസ്ഥിതി മറ്റുള്ളവരിൽ കൂടെ ഉണ്ടാക്കിയെടുക്കണം. അത് ഈസി അല്ല, ഇത് നമ്മൾ തിയററ്റിക്കലായിട്ട് പറയുന്നതാണ്. പക്ഷെ അതേ ഉള്ളൊരു വഴി. അപ്പൊ അതിനെ എങ്ങനെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നമുക്ക് കോൺഫ്ലിക്റ്റുകളിലൂടെ കൊണ്ടുവരാനൊക്കത്തില്ല. പക്ഷെ നമ്മൾ അതിനുള്ള പ്രോ ആക്ഷൻസ് ചെയ്ത് കുറച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ലോക്കൽ പഞ്ചായത്തുകൾ, ആ ലോക്കൽ പഞ്ചായത്ത് നമ്മളിപ്പം ഗ്രാമസ്വരാജിന്റെ ഒക്കെ പറയുന്ന പറഞ്ഞാൽ ഈ പഞ്ചായത്തുകളിൽ കൂടെയാണ് നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിന്റെ ഭരണം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ലോക്കലായിട്ടുള്ള പഞ്ചായത്തുകളും അതിന്റെ ഹെഡ്സും എല്ലാം കൂടെ ചേർന്നിരുന്നിട്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാക്കുന്ന ഒരു ഫോം അവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ റിലേഷൻഷിപ്പിനെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ അകത്ത് കമ്പാഷൻ കൊണ്ടുവരിക. നമ്മൾ അൺകണ്ടീഷണൽ ലവ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ഇത് പ്രചരിപ്പിച്ചു കഴിഞ്ഞെങ്കിൽ ഇതിനെ ശരിക്കും ഫങ്ഷണലാക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഈഗോ ക്ലാഷ് ഉണ്ടാകുന്നു, കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നു, പ്രത്യേക ഇൻട്രസ്റ്റ് ഓരോരുത്തർക്കുണ്ട്. ആ പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നതാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവനും കാരണം. എല്ലാവരുടെയും ഇൻട്രസ്റ്റ് ഒന്നാന്ന് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നമില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ പഠിപ്പിക്കുന്ന മുഴുവനും നമ്മുടെ ഗ്രീൻ കോസ് ഫൗണ്ടേഷനിൽ പഠിപ്പിക്കുന്നത് എല്ലാം ഇത് ഒരു ആശയത്തെ വെച്ചുകൊണ്ട് തന്നെയാണ്. കാരണം ഈ റിലേഷൻഷിപ്പ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ
ഒന്ന് മോഡിഫൈ ചെയ്ത് കോൺഷ്യസ്നെസ് ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരാതെ ഈ തമ്മിലുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് അത്രയും പെർഫെക്റ്റ് ആകത്തില്ല. അപ്പൊ കോൺഫ്ലിക്റ്റുകളെ നമ്മൾ തരണം ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് കൂടെ നമ്മളവിടെ പഠിക്കേണ്ടി വരുന്നു. അപ്പൊ അതിൽ നിന്ന് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത് നാച്ചുറൽ ആണ്. പ്രകൃതി തന്നെ സാധിച്ചിട്ടുണ്ട്. പ്രകൃതിയിൽ ഡ്യുവാലിറ്റി ഉണ്ട്, പോളറൈസേഷൻ ഉണ്ട്. അപ്പൊ ശരിക്ക് അവയർനെസ് അതിനെ പോസിറ്റിവിറ്റി ചെയ്യാനുള്ള, അതായത് കോൺഫ്ലിക്റ്റ് ഉണ്ടാകും, ഓർത്തഡോക്സ് ആയിട്ടുള്ള ചിന്താഗതിയുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള ചിന്താഗതിയുണ്ട്. അതിനെല്ലാം പോസിറ്റിവേറ്റ് ചെയ്യാം. കാരണം അതിനെ കോൺഫ്ലിക്റ്റിനെ എതിരിടാൻ ഒക്കത്തില്ല. അത് നമ്മൾ ലോകത്തിൽ ഇത്ര നാള് കണ്ടത് മുഴുവനും അങ്ങനെ തന്നെ. അപ്പൊ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ള ഒരു ടാക്ട്ഫുൾ ആയിട്ടുള്ള ചിന്തയെ കൂടെ അതിനെ നേരിടണം. നമ്മൾ വാസുദൈവ കുടുംബകം എന്ന് പറയുന്ന പോലെ ലോകം തന്നെ നമ്മുടെ ആണെന്നുള്ള ഒരു രീതിയിൽ അൺകണ്ടീഷണൽ ലവ് എന്നുള്ള ആ ഒരു ചിന്തയിലൂടെ എല്ലാവരെയും ആ ഒരു പ്രഭാവം എല്ലാവരിലും എത്തിക്കണം. അത് ഈസി അല്ല, പക്ഷെ അതിൽ കൂടെ നമുക്ക് ഇതിലൂടെ എത്താൻ നോക്കും. പിന്നെ ഈ കമ്മ്യൂണിറ്റീസ്, പല കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഒരു നെറ്റ്വർക്കിങ്, അവരുടെ റിസോഴ്സസ് ഷെയർ ചെയ്യുക, അവരുടെ നോളജ് ഷെയർ ചെയ്യുക, അത് ആവശ്യമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ലോക്കൽ എക്കണോമിയെ റീസ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരണം. അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഡിപ്പെൻഡൻസി പലയിടത്തും നമ്മൾ പല പുറത്തുനിന്നും കടമെടുത്ത് പല പ്രസ്ഥാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന പുറത്തോട്ടുള്ള ഡെപ്സ് എത്രയും അതിനെ അവോയ്ഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്ത് ഉള്ളതിനെ നമ്മൾ കൊടുത്തു തീർക്കോ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുകയോ ചെയ്തിട്ട് അതിനെ കുറേശ്ശെ അതിൽ നിന്ന് മുക്തമാകുക. അതുകൊണ്ടാണ് ലോക്കൽ ബിസിനസ്സിനെ നമ്മൾ അലയൻസസിനെ എല്ലാം പ്രൊമോട്ട് ചെയ്യാൻ പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ലോക്കൽ ബിസിനസ്സിലോട്ട് കൊണ്ടുവരിക. അതുപോലെ തന്നെ ലോക്കലായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റുന്നവരെ, പുതിയ ഇപ്പം ജോലി പോകുന്നവർ പലർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ചെറിയ ചെറിയ ജോലികൾ. അതായത് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ജോലികളുണ്ട്. അതിന് തൊഴിലുകളെ നമ്മൾ വൊക്കേഷണൽ ട്രെയിനിങ്ങിനുള്ള പ്രസ്ഥാനം കൂടെ നമ്മുടെ ഇക്കോ വില്ലേജിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലുള്ള അല്ലെങ്കിൽ അവിടെ അത് പലയിടത്തും പഠിച്ചെടുക്കാം. ഇപ്പൊ നമ്മള് ഈ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിന്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന സ്ക്രാപ്പുകൾ അത് ലോകം മുഴുവനും കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഉപയോഗിച്ച് റീക്രിയേറ്റ് ചെയ്യാവുന്ന പല സംഗതികളും ഉണ്ട്. അപ്പൊ അത് തന്നെ ഒരു വൊക്കേഷനായിട്ട് തിരഞ്ഞെടുക്കാം. പക്ഷെ അത് കുറച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ പല കൺസൾട്ടേഷനും പലതുണ്ട്. പലയിടത്തും പലരും അതിന്റെ മാർഗങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ അതിനെ പഠിച്ചിട്ട് എന്തോ ചെയ്യാം, നമ്മുടെ ലൊക്കാലിറ്റിയിൽ എന്തോ ഉള്ളതെന്ന് വെച്ചാൽ അതിനെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. അത് തന്നെ ഒരു തൊഴിലായിട്ട് വരും. അതുപോലെ തന്നെ ഡു ഇറ്റ് യുവർ സെൽഫ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. പുറത്തെല്ലാവരും ചെയ്യുന്നുണ്ട്. ഒരു വീട്ടിലെ പ്ലംബിംഗ് ആണെങ്കിലും കാർപ്പൻട്രി ആണെന്നുണ്ടെങ്കിലും ഇലക്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പുറത്ത് പലരും കണ്ടിട്ടുള്ളത്. കാരണം മെയിൻലി ഈ യൂറോപ്പിലൊക്കെ ഉള്ളവരൊക്കെ അവർ തന്നെത്താനെ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. വെസ്റ്റേൺ കൺട്രി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ഇതുണ്ട്. നമുക്കിവിടെ അത് പറ്റുന്നില്ല. ഒരു സംഗതി വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലംബർ വന്നില്ല, നമ്മുടെ വീട്ടിലെ പൈപ്പ് വർക്ക് ചെയ്യത്തില്ല. ഒരു ഇലക്ട്രീഷ്യൻ വന്നില്ലെങ്കിൽ അവിടെ ലൈറ്റ് കത്തത്തില്ല. അങ്ങനെ ഒരു ഇത് വരുന്നതിന് പകരം നമ്മളതിനെ ഡ്യൂ ടു യുവർ സെൽഫ് എന്നുള്ള ആ ഒരു ട്രെയിനിങ്ങിലൂടെ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ സർവൈവ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. എല്ലാവരും അന്യോന്യം ഹെൽപ്പ് ചെയ്യാനും പറ്റും. ഒരാൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അടുത്ത ആൾ ഒന്ന് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അതുപോലെ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മള് ലോക്കൽ ആക്ഷൻ ഗ്രൂപ്പിനെ ഒന്ന് ഫോം ചെയ്യേണ്ടി വരും. കുറച്ച് തിങ്ക് ആവുന്ന ആൾക്കാരെല്ലാം കൂടെ ചേർന്നിട്ട് ഗവൺമെന്റ് പോളിസീസിനെയും ആക്ഷൻസിനെയും ഒന്ന് നമുക്ക് സ്വാധീനിക്കാവുന്നുണ്ടെങ്കിൽ അത് സ്വാധീനിക്കേണ്ട ആവശ്യമുണ്ട്. പലതിലും ലോക്കലായിട്ട് അത് ഓരോ പഞ്ചായത്തിലും ഓരോ ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ നിന്നും വരേണ്ട ആവശ്യങ്ങളാണ്. അതിന് ആയിട്ടുള്ള ആക്ഷൻസ് ചെയ്തേ പറ്റുള്ളൂ. കാരണം അത് കുറേശ്ശെ വന്നെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഗവൺമെന്റിനെ കുറച്ചൊന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഗവൺമെന്റിനെ ഇപ്പൊ കൺട്രോൾ ചെയ്തിരിക്കുന്നത് മുഴുവനും ട്രാൻസ്നാഷണൽസ് ആണ്. അപ്പൊ ആ ഒരു ഇതിൽ നിന്നൊന്നും മാറ്റി എടുക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ ട്രഡീഷണൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്, പെർഫോമിംഗ് ആർട്സിനെ അങ്ങനെയുള്ളതിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരിക. ഇതൊക്കെ വന്നു കഴിഞ്ഞെങ്കിൽ ഒരു ലോക്കൽ കമ്മ്യൂണിറ്റി പെർഫെക്റ്റ് ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ അതിനുള്ള ആക്ഷൻസ് ആണ് ഇത് മുഴുവനും. അതുപോലെ ന്യൂസ് നമ്മൾ മെയിൻ സ്ട്രീം മീഡിയ എന്നുള്ള ന്യൂസിനെ എടുക്കാതെ നമ്മുടേതായിട്ടുള്ള ന്യൂസ് സോഴ്സസ് കണ്ടുപിടിക്കുക. ശരിക്കുള്ള അല്ലെങ്കിൽ ലോക്കൽ മീഡിയ എന്നുള്ള ന്യൂസിനെ അതിനെ
റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നവർ അതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള എല്ലാ ആക്ഷൻസിനെയും നമ്മൾ പിന്തുടരേണ്ടി വരും. അവിടെ ഈ വേസ്റ്റേജ് അവോയ്ഡ് ചെയ്തിട്ട് വേസ്റ്റേജ് റീകമ്പോസ്റ്റ് ചെയ്യുന്നതും അതിനെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ആക്ഷൻസ് എല്ലാം എടുക്കേണ്ടി വരും. അതുപോലെ ക്രിയേറ്റ് സപ്പോർട്ട് സീറോ വേസ്റ്റ് ഇൻഡസ്ട്രീസ് ബിസിനസ്സിനെ, അങ്ങനെയുള്ളതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ലോക്കാലിറ്റിയിൽ വരുന്ന ഇൻഡസ്ട്രീസോ എന്തുവാണെന്ന് ചെറിയ ബിസിനസ് തുടങ്ങുന്നതിനെയൊക്കെ അതുപോലുള്ള പ്രോസസ്സ് ഉള്ള ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്യുക, കൊണ്ടുവരാൻ സഹായിക്കുക. അല്ലെങ്കിൽ അതിൽ വെഞ്ചറിൽ ജോയിൻ ചെയ്യുക, എല്ലാം സ്വന്തമായിട്ട് അതിലെടുക്കുക. പിന്നെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാലത്ത് നമ്മൾ ബിസിനസ് ചെറിയ ബിസിനസ് ആണെന്നുണ്ടെങ്കിലും ഈ കോഓപ്പറേറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ് അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യേണ്ടി വരും. കാരണം കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് വളരെ ദുഷിച്ച ഒരു ലെവലിൽ എത്തിയിരിക്കുകയാണ്. പക്ഷെ അതിനെ നമ്മൾ ഈ ശരിക്കും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു തിയറി വെച്ചിട്ട് അതിനെ ഡെവലപ്പ് കൊണ്ടുവരേണ്ടി വരും. കാരണം ഇനിയുള്ള കാലത്ത് അതുപോലുള്ള സംരംഭങ്ങൾ, അതായത് നമ്മൾ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുകയാണെന്നല്ല, എല്ലാവരും അതിലെ പാർട്ട്നേഴ്സ് ആണ്, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവർക്ക് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിലൊരു വേറൊരു ഗുണം കൂടെ ഉണ്ട്. ഇൻകം ടാക്സ്, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇൻകം ടാക്സ് ഇതനുസരിച്ചിട്ട് ഏകദേശം 21,000 പെർ മന്ത് കിട്ടുന്നവർ വരെ ടാക്സ് ഇല്ല. അപ്പൊ അങ്ങനെ വരുന്നുണ്ട്. ഈ ഇൻക്ലൂസീവായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സിൽ, ചെറിയ സ്മോൾ ബിസിനസ് ആണെങ്കിൽ അവർക്ക് എല്ലാവരും അതിന്റെ പാർട്ട്ണർ ആണെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു 30 പേരുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്, അതിലെല്ലാവരും അതിന്റെ പാർട്ട്നേഴ്സ് ആണെങ്കിൽ അവർക്ക് ഈസി ആയിട്ടൊരു മാസം ഒരു 6.5 ലക്ഷം രൂപ ഇൻകം കാണിച്ചാലും അതിൻ്റെ അകത്ത് വരെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരു നല്ലൊരു കാര്യമാണ്. അപ്പൊ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ശ്രമിക്കണം. എല്ലാവരെയും അതിന്റെ ഇൻക്ലൂസീവ് ആയിട്ട് ഓരോരുത്തർക്കും ഓരോ ഫങ്ഷൻസ് അസൈൻ ചെയ്തിട്ട് അവരവരുടെ പണി ചെയ്യുക. എല്ലാവരും അതിൻ്റെ അകത്ത് പാർട്ട്ണർ. അപ്പൊ ആർക്കും അതിൻ്റെ അകത്ത് വിഷമം ഉണ്ടാകത്തില്ല. എല്ലാവരും സന്തോഷത്തോടു കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം പിന്നുള്ളത് മിനിമൈസ് ട്രാൻസ്പോർട്ടേഷൻ. അതുപോലെ തന്നെ പിന്നെ ഈ ഒരു എന്ന് പറഞ്ഞാൽ ബാർട്ടർ തിരിച്ചു കൊണ്ടുവരിക. ലോക്കൽ കറൻസിയെ നമ്മൾ എവിടെങ്കിലും പല ഇക്കോവിലേഴ്സിലും അവർ സ്വന്തം കറൻസി അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കുറച്ചുകൂടെ അഡ്വാൻസ് ആയി കഴിയുമ്പോഴത്തെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ ഐഡിയാസ് നമ്മുടെ കയ്യിൽ വേണം. അതുപോലെ തന്നെ ഗിഫ്റ്റ് എക്കണോമി എന്ന് പറയുന്നത് പണ്ട് ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ്. അതായത് ഈ നമ്മൾ ഗിഫ്റ്റ് എക്കണോമിയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ഷെയർ ചെയ്യുകയാണ്. നമ്മുടെ കയ്യിൽ കൂടുതൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസ് മറ്റുള്ളവർക്ക് വേണ്ടതുണ്ടെങ്കിൽ അതിൽ അവർക്ക് ഷെയർ ചെയ്യുക എന്നുള്ള ഒരു സിസ്റ്റമാണിത്. പിന്നെ ബാങ്കിങ് നമ്മൾ മെയിൻ സ്ട്രീം ബാങ്കുകളിൽ നിന്ന് മാറിയിട്ട് കമ്മ്യൂണിറ്റി ബാങ്കിലോട്ട് മാറേണ്ടി വരും. അല്ലെങ്കിൽ ക്രെഡിറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം അതിൽ വരേണ്ടി വരും. ഒരു മിനിറ്റ്, എന്റെ ഈ കുറച്ചുകൊണ്ടിരിക്കും. അപ്പം ഈ രീതിയിലുള്ള കുറെ അഡ്വാൻസ് പ്ലാനിങ് നേരത്തെ നടത്തിയേ പറ്റുള്ളൂ. നമ്മൾ മെയിൻ സ്ട്രീം ബാങ്കിൽ നിന്ന് മാറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സ്ട്രീം ബാങ്ക്സ് മുഴുവനും നമ്മുടെ വേൾഡ് ബാങ്കിന്റെ അതിന്റെ വേൾഡ് ഫൈനാൻസിങ് ചെയ്യുന്ന ആ പ്രൈവറ്റ് ആൾക്കാരുടെ ഒക്കെ കൺട്രോളിലാണ് ആ പോളിസീസ് വരുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറ്റി നിൽക്കാനായിട്ടുള്ള ഒരു ശ്രമം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ളതാണ്. പക്ഷെ കോപ്പറേറ്റീവ് ബാങ്കിനെ ഒക്കെ ഇവര് കയ്യിലെടുത്തിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ അവരെ റീഫിനാൻസ് ചെയ്യും. പക്ഷെ അതുപോലെ അതുപോലുള്ള ടാക്ടിക്സിൽ പോയി പെടരുത്. റീഫിനാൻസിങ് പാടില്ല. നമ്മൾ ഗ്രീഡ് മാറ്റിയാൽ ഈ പ്രശ്നമില്ല. നമുക്ക് ഒരു ഓർഗാനിക് ഗ്രോത്ത് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ശരിക്കും ഈ ഗ്രീഡ് വരുത്താതെ തന്നെ നോർമൽ ഗ്രോത്തിലൂടെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം, മ്യൂച്വലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ വേറൊരു പ്രശ്നം ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഈ ഇൻഷുറൻസ് കമ്പനിക്കാരാണ്. അതും ഫൈനാൻസ് കമ്പനിയുമായിട്ട്
തമ്മിൽ ഈ ഒരു പാർട്ട്ണർഷിപ്പാണ്. അപ്പൊ ഇൻഷുറൻസിനെ അവര് വേൾഡ് മൊത്തം ഇൻഷുറൻസ് കമ്പനിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കോപ്പറേറ്റ് ചെയ്തിട്ട് അതിന്റെ ഇൻഷുറൻസിന്റെ പോളിസീസ് എല്ലാം ഒരുപോലെ ആക്കി ഈ പറഞ്ഞ പോലെ ഫിനാൻസ് കമ്പനിയുടെ കൂട്ട് അവരും ഒരേ രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതും ആവശ്യമില്ലാത്ത രീതിയിലാണ് അവർ ഇൻഷുറൻസ് പ്രീമിയം എടുക്കുന്നതും അതിനെ നിയന്ത്രിക്കുന്നതും. അപ്പൊ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മള് ഇൻഡംനിഫിക്കേഷൻ നമ്മളെ ഗ്രൂപ്പ്, അതായത് ഒരു കമ്മ്യൂണിറ്റിയാണ്, കമ്മ്യൂണിറ്റിയിൽ മ്യൂച്വലി ഇൻഡംനിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഗതി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ മെയിൻ സ്ട്രീം ഇൻഷുറൻസിന്റെ പുറകെ പോകാതെ മ്യൂച്വൽ ഇൻഡംനിഫിക്കേഷൻ എന്നുള്ളൊരു ഇത്, കാരണം അന്യാൻ ഇപ്പൊ നമ്മൾ പറയുന്നത് കെയർ ആൻഡ് ഷെയർ എന്നുള്ളതും നിനക്ക് ഞാനുണ്ടെന്നുള്ളത്, ആ രണ്ട് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡംനിഫിക്കേഷന് ഈസി ആയിട്ട് നടക്കും. എല്ലാവർക്കും ഒരുത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായല്ല, എവിടെയെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടാകുക, എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ അവര് ഹെൽപ്പ് ചെയ്യാൻ എത്തണം ഒന്നിച്ച്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം മാറിക്കിട്ടും. അതുപോലെ നമ്മൾ ഈ പൊള്യൂട്ടിങ് ഇൻഡസ്ട്രീസിൽ നിന്ന് അതിനെ ഡിസോസിയേറ്റ് ചെയ്യുക, അവരുടെ പ്രൊഡക്ട്സിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കാൻ, അതിനെ നമ്മൾ വാങ്ങാതിരിക്കുക. അതൊരു ഇത് നമ്മൾ ഗാന്ധിജി പഠിപ്പിച്ച അത് തന്നെ നമ്മൾ അതിൽ നിന്ന് അതിനെ തിരസ്കരിക്കുക. അതൊരു വളരെ ഇതായിട്ട് നമ്മൾ പിന്തുടർന്നേ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ഫോറസ്ട്രി, എവിടെയൊക്കെ സ്ഥലം കിട്ടുന്നുണ്ടോ അവിടെയൊക്കെ ഫോറസ്ട്രി ക്രിയേറ്റ് ചെയ്യുക, നമ്മുടെ നഷ്ടപ്പെട്ടു പോയ വനങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ ആക്ഷൻസും ചെയ്യുക. അപ്പൊ ഈ പല വിധത്തിലുള്ള ഇതുപോലെ മുൻകർമ്മങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ അതാത് സ്ഥലങ്ങളിൽ ഇതിനായിട്ടുള്ള ഒരു മെന്റാലിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുക അല്ല തിരിച്ചു വരാനായിട്ട് തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ, തിരിച്ചു വരേണ്ടി വരുന്ന സമയത്താണെങ്കിലും ഈ ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ലൊക്കാലിറ്റിയിൽ നമ്മൾ എവിടെ തിരിച്ചു വരുന്ന വെച്ചാൽ അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വളരെ ഇതായിട്ട് നമുക്ക് അതുമായിട്ട് മെർജ് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ ആക്ട് ചെയ്യാൻ പറ്റും, നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി. അപ്പൊ അതിനായിട്ട് നേരത്തെ മുൻഗണന ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അവസാനം അത് നമ്മൾ ലോക്കൽ ടു ഗ്ലോബൽ എന്നുള്ള രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്യുക. അതായത് ഇത് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഗ്ലോബലായി. കാരണം പലയിടത്തും ഈ ലോക്കലൈസേഷൻ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അത് വന്നു കഴിയുമ്പോഴേക്ക് അവർ തമ്മിലുള്ള ഒരു കോർഡിനേഷനും കോപ്പറേഷനും വന്നു കഴിഞ്ഞാൽ അത് ഗ്ലോബലായിട്ട് തന്നെ വരും. പക്ഷെ ആരുടെയും ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നഷ്ടപ്പെടത്തില്ല. ആ ഡൈവേഴ്സിറ്റിയും നഷ്ടപ്പെടാതെ തന്നെ എല്ലാവരുടെയും അവരുടെ പ്രത്യേകത മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു ഗ്ലോബൽ സംസ്കാരം അവിടെ വരികയും ചെയ്യും. അത് മനസ്സിലാക്കണം. ഇപ്പൊ നമുക്ക് പറ്റുമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ തല്ലിക്കെടുത്തിട്ട് ഒറ്റ ഒരു മോണോകൾച്ചർ എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതാണ് നമ്മൾ റെസിസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് ആ ഡൈവേഴ്സിറ്റിയാണ് ആവശ്യം. ആ ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ലോക്കൽ ടു ഗ്ലോബൽ എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുപോകണം. അപ്പൊ അതിൽ നമ്മുടെ ഗ്രീൻ കോസ് എക്കോ വില്ലേജ് ഇതിനുള്ള കോംപ്രിഹെൻസീവ് സൊല്യൂഷൻസ്, ഈ ഹ്യൂമൻ റിലേഷൻസിന്, പേഴ്സണൽ ഡെവലപ്മെന്റിന്, പേഴ്സണൽ ഹെൽത്ത് സൊല്യൂഷന്, ഹൈജീൻ സൊല്യൂഷൻസ്, ഇങ്ങനെയുള്ള എല്ലാ വിധ സൊല്യൂഷൻസും നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ ജോബ്സ്, എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ്, അങ്ങനെ അതിനുള്ള എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ വില്ലേജ് തയ്യാറാകുന്നതോടുകൂടി ഇതെല്ലാം അവിടെ ട്രെയിനിങ്ങും അതിനുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നിടത്തോട്ടുള്ള വേണ്ടിയുള്ള എല്ലാ സാങ്കേതിക ഹെൽപ്പുകളും അഡ്വൈസസും ഇവിടുന്ന് തരാൻ കഴിയും. ഇതെല്ലാം നമ്മളൊരു ധർമ്മം എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. ഇതൊന്നും പൈസ ഉദ്ദേശിച്ചുകൊണ്ടല്ല. പക്ഷെ ഇപ്പം ആ വില്ലേജ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പൈസ വേണ്ടിയുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പലയിടത്തും നമ്മൾ ഫിനാൻസ് കളക്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. പക്ഷെ അതിന് ഒരു പ്രൈം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഗ്രാജുവലായിട്ട് പോകുന്നു. പക്ഷെ അത് നടക്കും. അത് എന്നുള്ള വിശ്വാസമുണ്ട്. കാരണം അത് ഒരു സതുദ്ദേശത്തോടു കൂടി ഉള്ളതായതുകൊണ്ട് അതിനൊരിക്കലും പ്രകൃതി വിട്ടു നിൽക്കാതിരിക്കില്ല, അത് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു വർഗീസ് ഏട്ടാ. സെഷൻ വളരെ ശ്രദ്ധയോടെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി.